എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം ആയിരിക്കണം മുരളി. ഒരു സംവിധായകനോടൊപ്പം ഏറ്റവും അധികം സിനിമകൾ മുരളി അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലാണ്. ആ ലൊക്കേഷനിൽ വെച്ച് പ്രിയൻജി എപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല സൗഹൃദമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ പ്രിയൻജി പറയുമായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒരു നടനെ കിട്ടിയതിന് ഇതിനപ്പുറം എനിക്ക് വേറൊരു അവാർഡ് ഇല്ല എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേയും പറയുമായിരുന്നു. നമുക്ക് ഈ കഥാപാത്രം മുരളിയെ കൊണ്ട് ജയിപ്പിച്ചാലോ? അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു തോന്നല, രണ്ടുപേർക്ക് ഒരേപോലെ തോന്നുക എന്ന് പറയുന്ന സംഭവം. ഇന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുരളി വീണ്ടും കയറി വന്നു. അപ്പം മുരളി അടുത്ത് പറഞ്ഞു, മുരളി മേടിച്ചേണ്ടാ പറഞ്ഞു, ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, DK ആൻ്റണി ചെയ്യുന്നത് മുരളിയാണ്. ഞാനോ? അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ദിവസം ഞാൻ മുരളിയേട്ടനോട് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആൾ നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കില്ല. ഓർമ്മയിലെന്നും എഴുത്ത്, വായന, അഭിനയം, ഈ മൂന്നുമായിരുന്നു ആ കുടവട്ടൂർക്കാരന്റെ ജീവശ്വാസം. സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിനേക്കാളും അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട അയാളെ മലയാളി കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരു സൗഹൃദ സദസ്സ് ഊഷ്മളപൂർവ്വം വരവേറ്റു. സാക്ഷാൽ കടമ്മനിട്ടയും നരേന്ദ്രപ്രസാദുമൊക്കെയുള്ള ആ വമ്പൻ സംഘത്തോടൊപ്പമുള്ള സഹവാസങ്ങളിൽ സുടം ചെയ്യപ്പെട്ട അദ്ദേഹത്തിലെ നടൻ ഞാറ്റടി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് വലതുകാൽ വെച്ചെങ്കിലും സെൻസർ ബോർഡ് നിരോധനത്തിൽ കുരുങ്ങി ചിത്രീകരണ ശേഷം പടം പെട്ടിയിൽ തന്നെ ഇരിക്കുക എന്ന ദുര്യോഗത്തിനിരയായി. എങ്കിലും അരങ്ങുകളുടെ തുടർച്ചയിൽ അഭ്രപാളികൾ അയാളെ 5 കൊല്ലത്തിനു ശേഷം തിരികെ വിളിക്കുക തന്നെയായിരുന്നു. MT ഹരിഹരൻ ചിത്രത്തിലെ പ്രതിനായക വേഷത്തിലൂടെയായിരുന്നു ആരും മോഹിക്കുന്ന ആ രണ്ടാം വരവ്. അതെ, നായകൻ, പ്രതിനായകൻ, സഹനടൻ, സ്വഭാവ നടൻ എന്നിങ്ങനെ കഥാപാത്ര വലിപ്പങ്ങളെക്കാൾ അഭിനയ സാധ്യതയെ പരിഗണിച്ച് അനിതര സാധാരണമായ കരിയറിന്റെ ഉടമയായ ഒരു നടൻ, കരുത്തുറ്റ നടൻ. ഓർമ്മയിലെന്നും മുരളി. ആരുമില്ലാണ്ടായപ്പോ എന്റെ പെങ്ങക്ക് ഈ ഉണ്ടായുള്ളൂ. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ട കൊച്ചുരോമം നിന്റെ കൊളയെടുക്കൂടാ. 100 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. കൊരങ്ങൻ മണിവള തിളങ്ങണ കയ്യാലെ വിരൽ നത്തി വിളിക്കണതാരാണ്? വക്കുവടം പിടിക്കുന്ന കയ്യായത്, നല്ല ഉറപ്പുണ്ട്. തരിപ്പുള്ളവന്മാരുണ്ടെ വരടാ. മകളെ പാതിമലരേ നീ ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന ശേഖരനാ കാര്യഗുരുക്കളാന്ന് പറയുന്നത്. എനിക്കുള്ള ഒരു വഴിതരണം കുറത്തേ. ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കും എന്നറിയാം. ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക. നെല്ല് ഉണങ്ങിയോ മേഴ്സിക്കുട്ടിയെ? ആ, നെല്ല് മാത്രം ഉണങ്ങിയാ മതി, അതിന്റെ കൂടെ മേഴ്സിക്കുട്ടി ഉണങ്ങല്ലേ. ഓർമ്മയിലെന്നും മുരളി എന്ന ഈ ലക്കത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം പങ്കുചേരുന്നത് ഒരു സംവിധായകനാണ്. മലയാളികൾ നെഞ്ചിലേറ്റി ലാളിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളും മുഹൂർത്തമുള്ള നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും കരുത്തുറ്റ കാമ്പുള്ള കഥാപാത്രങ്ങൾ മുരളി എന്ന അതുല്യ നടനെ കൊണ്ട് അവതരിപ്പിച്ച സംവിധായകൻ. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സിബി മലയിൽ സാർ. സാർ, ഒരിക്കൽ കൂടി സ്വാഗതം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ഇതിനു മുമ്പ് ലോഹിതദാസ് സാറിന്റെ ഓർമ്മകളുമായിട്ടാണ് സാർ ഇവിടെ എത്തിയത്. അന്ന് ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സാറ് പറഞ്ഞ ഉത്തരം പിന്നീട് ഞങ്ങൾ ക്രൂവുമായിട്ടും എഡിറ്റിംഗ് ടേബിളിലും എല്ലാം ഒരുപാട് ചർച്ച ചെയ്തു. കാരണം സമയം, യാത്ര ചെയ്ത കാറിന്റെ നിറം, അവിടെ അടുത്തുള്ളൊരു ഐസ് ഫാക്ടറിയുടെ പേരുൾപ്പെടെ ഓർത്ത് പറയുകയാണ്. ഒരു വീണ്ടും ഒരു ചിത്രം കാണുന്നത് പോലെയാണ് ആ കാഴ്ചയും ആ യാത്രയും ആ പരിചയപ്പെടലും എല്ലാം സാർ അന്ന് വിശദീകരിച്ചത്. അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. മുരളി എന്ന അതുല്യ നടനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും എപ്പോഴാണ്, എങ്ങനെയായിരുന്നു? മുരളിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 1986
7-ലാണ്. ഞാൻ തനിയാവർത്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ മുരളിയുടെ ഒരു സുഹൃത്തും എനിക്ക് അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തനവുമായ ശ്രീരാജാണ്. അദ്ദേഹം ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു. ശ്രീരാജ് ആണ് എനിക്ക് മുരളിയെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ അമൃത ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുരളിയുമായിട്ട് ഒരു ദിവസം എൻ്റെ മുറിയിലേക്ക് വരികയും അങ്ങനെ അന്ന് തുടങ്ങിയ പരിചയമാണ്. പിന്നെ ഞങ്ങൾ സിനിമ മുരളിയുടെ ജീവിതാവസാനം വരെ തുടർന്ന വലിയ സൗഹൃദം, ആ ബന്ധം, ഊഷ്മളത എല്ലാം അങ്ങനെ തന്നെ നീണ്ട ഏതാണ്ട് 30 വർഷങ്ങൾ ഉള്ളൊരു സൗഹൃദത്തിൻ്റെ 30 വർഷങ്ങൾ. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ടൈറ്റിലിൽ തന്നെ ഓർമ്മ എന്നൊരു വാക്കുണ്ട്. അത് പലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ഒരു അവ്യക്തമായ ഓർമ്മകളാണ് പല കാര്യങ്ങളിലുള്ളത്. എന്നാൽ സാറ് എപ്പോഴും ഓരോ പ്രതിഭകളെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോഴും ഏറ്റവും കൃത്യമായ, ഏറ്റവും തെളിച്ചമാർന്ന ഒരു ചിത്രമാണ് കാണുന്ന പ്രേക്ഷകന് അനുഭവവേദ്യമാക്കുന്നത്. ഒരിക്കൽ കൂടി വന്നതിൽ വളരെ നന്ദി. ഇരിക്കൂ സാർ. സാറ് മുരളി എന്ന അതുല്യ നടൻ നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പം വളരെ വ്യത്യസ്തമായ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്, കുറേയേറെ ചിത്രങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും സഹോദരനായിട്ടും അല്ലാതെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം അന്നുമൊക്കെ ഓരോ നടനും നമ്മൾ കഥ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാ തിരഞ്ഞെടുപ്പിൽ സാറിനെ പോലൊരു സംവിധായകനൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപാട് സജഷനുകൾ പറയുമായിരുന്നു, കഥാപാത്രത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സൗഹൃദം സംവിധായകൻ എന്നുള്ള നിലയിൽ ചെല്ലുമ്പോൾ? മുരളി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം എഴുതാപ്പുറങ്ങളാണ്. തനിയാവർത്തനം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് എഴുതാപ്പുറങ്ങൾ. അപ്പോൾ മുരളി അതിന് തൊട്ടുമുമ്പാണ് പരിചയപ്പെടുന്നതും. അതിനു മുമ്പ് മുരളി ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചാഗ്നിയിലെ കഥാപാത്രം ചെയ്യുമ്പോഴാണ്. നേരിൽ കണ്ട് പരിചയപ്പെട്ട ശേഷം മുരളി സ്ഥിരമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴും അവിടെ വരും, എന്നെ കാണും, എന്നെ മുറിയിലുണ്ടാവും. അങ്ങനെയാണ് ആ സൗഹൃദം പിന്നെ ലോഹിയിലേക്കും എത്തുന്നു. എഴുതാപ്പുറങ്ങളിൽ അതിലൊരു പ്രധാനപ്പെട്ട വേഷം മുരളിയാണ് ചെയ്യുന്നത്. അതിൽ 3 നായികമാരാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മുരളിയാണ് ചെയ്തത്. മുരളി ഒരിക്കലും കഥയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളോട് ചോദിക്കാറില്ല. ഞാനോ ലോഹിയോ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. തുടർന്ന് പിന്നെ അന്ന് തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ തുടർന്നു. കിരീടത്തിലെ പോലീസ് ഓഫീസറായിട്ട്, ഭരതത്തിലെ കഥാപാത്രം, അങ്ങനെ ദശരഥം തുടങ്ങിയ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നോടൊപ്പമായിരിക്കണം മുരളി ഒരു സംവിധായകനോടൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ മുരളി അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലാണ്. കാരണം മുരളിക്ക് അത് ഒരു അവകാശം പോലെയായി തീർന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ സിനിമ എടുക്കുമ്പോൾ അതിൽ മുരളി ഉണ്ടാകുക എന്നുള്ളത് മുരളിയുടെ ഒരു ഒരു അവഗണിക്കാൻ കഴിയാത്തൊരാവശ്യവും അവകാശവുമാണ്. മുരളിയെ ശരിക്കും അതിനിടയ്ക്ക് 1-2 സിനിമകളിൽ മുരളിയുടെ അസൗകര്യം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിചാരണ എന്ന സിനിമയിൽ പിന്നീട് ലാലു ലക്സ് ചെയ്ത വേഷം മുരളിയാണ് ചെയ്യേണ്ടിരുന്നത്. അതൊരു തൊഴിലാളി നേതാവിൻ്റെ വേഷമാണ്. അത് മുരളിക്ക് വേണ്ടി തന്നെ എഴുതിയതാണ്. പക്ഷേ ആ സമയത്ത് മുരളി വേറെ ഏതോ സിനിമയുടെ തിരക്കിൽ പെട്ടുപോയി. പക്ഷേ നമ്മുടെ ഒരു ഫോൺ വിളിക്കപ്പുറം മുരളി എപ്പോഴും ഉണ്ടാകുമെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. അവസാന നിമിഷങ്ങളൊക്കെ വിളിച്ചാലും മുരളി ഓടി വരികയും ചെയ്യുകയും ചെയ്യും. സിനിമയിൽ ഇപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, വലിപ്പച്ചെറുപ്പമില്ലാതെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ അഭിനയ സിദ്ധി കൊണ്ട് തന്നെ ഒരു 90കളുടെ പകുതിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ നായകനായി. അന്നത്തെ ഒരു ആ കാലഘട്ടത്തിലെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു നായകൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. ഒരുപാട് അത് ആധാരം, വളയം, ജനം എന്ന് പറയുന്ന സിനിമ, ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് വന്നു. ആ സമയത്തും സഹവേഷങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ടും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ചിന്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയിട്ടുള്ള ആളാണ് പുള്ളി. കഥാപാത്രത്തിൻ്റെ ഇപ്പം ലോഹി സാറോ ഒക്കെ വിളിക്കുമ്പം അറിയാം അത് ഉറപ്പായും അതിനകത്തൊരു ഇനം ഉണ്ടാകും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടാകും. അല്ലാതെ അത്തരത്തിലൊരു ചിന്തയൊക്കെ അദ്ദേഹം വെച്ചിരുന്നോ, അതോ അഭിനയത്തോടുള്ളൊരു വലിയ പാഷനിൽ തന്നെ നിൽക്കുന്ന ആളായിരുന്നു? മുരളിയെ എനിക്ക് തോന്നുന്നു മുരളിയെ അടിസ്ഥാനപരമായിട്ടും അഭിനയത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. നാടകത്തിൽ തുടങ്ങിയിട്ടുള്ള സിനിമയിൽ എത്തിയ ശേഷവും നാടകത്തിലേക്ക് എപ്പോഴും ശ്രദ്ധ പോകുന്ന ഒരാളാണ് മുരളി. എൻ്റെ സിനിമകളിലോ അല്ലെങ്കിൽ ലോഹിയുടെ സിനിമകളിലോ മാത്രമല്ല, മുരളിക്ക് അഭിനയിക്കാൻ അവസരമുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ കാമ്പുള്ളൊരു കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അഭിനയിക്കാൻ തയ്യാറാകുന്ന ആൾ തന്നെയാണ്. നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ചെറിയ വേഷങ്ങൾ ചെയ്യാൻ, അതിനകത്ത് കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുരളി അത് സ്വീകരിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമയും കഥയൊക്കെ ഈ സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ
വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഉള്ളൊരു കാലത്താണ് ആകാശദൂത് പോലൊരു സിനിമ വരുന്നത്. അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. മുരളി സാർ അപ്പോൾ അത്രയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ്. അതിലേക്ക് എങ്ങനെയാണ് മുരളിയേട്ടൻ എത്തിയതും ഒന്നുമല്ല? ഇത് മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല. കാരണം അത് പൂർണ്ണമായിട്ടും നായിക പ്രാധാന്യമുള്ള സിനിമ ആയതുകൊണ്ട്. പക്ഷെ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ മുരളിയാണ് ഉണ്ടായിരുന്നത്. മുരളി വരികയും അഭിനയിക്കുകയും ചെയ്തു. ഒരു ഇടവേളയ്ക്ക് മുമ്പ് തന്നെ മുരളിയുടെ കഥാപാത്രം മരണപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പമല്ല മുരളിയെ ആ കഥയിലേക്ക്, ആ സിനിമയിലേക്ക് എത്തിച്ചത്. പക്ഷെ മുരളിയുടെ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയ ആ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അത് മദ്യപാനിയായിരിക്കുകയും ഒരു ജീവിതത്തിൽ അതെ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൂർണ്ണമായിട്ടും. ഇയാൾ മദ്യപിക്കാൻ പോവുകയും പിന്നെ ധ്യാനത്തിന് പോയിട്ട് മദ്യപാനം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിലൊക്കെയുള്ള ഒരു അയാളുടെ മരണം ആ കുടുംബത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ഉള്ളിലൊരു ഇയാൾ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകത്തില്ലായിരുന്നു എന്ന്. അതൊരു വലിയ ഒരു പ്രതിനിധീകരണം കേട്ടോ. ഒരുപാട് ആളുകൾ ഇന്ന് വർത്തമാനകാലത്തിൽ പറഞ്ഞാലും ആ കഥാപാത്രം കേരളത്തിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അതെ, തീർച്ചയായിട്ടും. ആ സിനിമയുടെ റിലീസിന് ശേഷം എനിക്കൊരു കത്ത് കിട്ടി ഒരാളിൽ നിന്നും. ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു, പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി എന്നുള്ളത്. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അത് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളേക്കാൾ കൂടുതൽ വലിയ മൂല്യമുള്ളൊരു അവാർഡാണ് ആ കത്ത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും നമ്മളുടെ ഒരു കലാസൃഷ്ടിക്ക്, ഒരു സിനിമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അത് മുരളി ചെയ്തപ്പോൾ അത് കൂടുതൽ അവരിലേക്ക് എത്തി എന്ന് എനിക്ക്. അതിലൊരു വലിയ നിസ്സഹായതയുണ്ട്. ഏതൊക്കെ പോയിന്റുകളിൽ ഈ കഥാപാത്രത്തിന് ഇത് ഉപേക്ഷിച്ചാൽ കൊള്ളാമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരിക്കുകയും അതിനൊന്ന് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ജീവൻ പോവുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വലിയ ഡെപ്തുള്ള. എന്നാൽ അയാൾ കുടുംബത്തെ, മക്കളെ, ഭാര്യയൊക്കെ വളരെ ഗാഢമായിട്ട് സ്നേഹിക്കുന്ന ആൾ കൂടിയാണ്. അത്തരത്തിലുള്ള വേറെ ഇപ്പം മുരളി സാറ് ചെയ്ത മറ്റ് സിനിമയിലെ കഥയോ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷനുകളൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങളുടെ സൗഹൃദ സദസ്സുകളിൽ? തീർച്ചയായിട്ടും. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ മുരളി ആ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും മുരളി ആ പരിസരത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കഥ എന്താണെന്ന് അറിയാനും കഥാ ചർച്ചകളും. മുരളി ഉണ്ടോ ഇല്ല എന്നുള്ളത് മുരളിക്കൊരു വിഷയമല്ല. മിക്കവാറും ഞങ്ങൾ ഒത്തുകൂടുന്നത് ഷൊർണൂർ, തൃശ്ശൂർ, ഒന്നുകിൽ തൃശ്ശൂർ രാമനിലയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും. അപ്പോൾ ഞാനൊരു സിനിമ മുരളിയെ നായകനാക്കി തന്നെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മുരളി ആ സമയത്ത് ലോഹിയും സത്യനുമായിട്ട് ചെയ്യുന്ന തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ ഷൂട്ടിങ് ഷൊർണൂർ നടക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് മുരളി എൻ്റെ സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ KTCയുടെ അതേ അവരുടെ കാണാക്കിനാവ് എന്ന സിനിമയിൽ അഭിനയിക്കേണ്ടത്. അതിന് അവാർഡ് കിട്ടിയ സിനിമയല്ലേ? അതെ. അപ്പം മുരളി ശരിക്കും ഷൂട്ടിങ് മുരളിക്ക് ഷൊർണൂരാണെങ്കിലും മുരളി താമസിക്കുന്നത് കോഴിക്കോട്, ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ്. കാരണം മുരളിക്ക് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് മുരളിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് മുരളി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മുരളി അവിടെ വന്ന് താമസിക്കുകയും ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ദിവസങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക മാത്രമേ ഉള്ളൂ. ബാക്കി സമയം മുഴുവൻ ഈ കഥയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും ഓരോ നിമിഷങ്ങൾ ഇടയ്ക്ക് എൻ്റെ മുറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് നടക്കും, ഒരമണിക്കൂർ വീണ്ടും വരും, എന്തായി. ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തെയും പുള്ളി ഇങ്ങനെ വളരെ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുരളിയെ സംബന്ധിച്ചോളം വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ അവാർഡെന്ന് പറയുന്നത്. ഈ ഭരതം എന്ന് പറയുന്ന ചിത്രം, അതിലെ കഥാപാത്രത്തെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയേണ്ടതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം, റവന്യൂ ഓഫീസറിന്റെ കഥാപാത്രമാണ് ഭരതം എന്ന് പറയുന്ന ചിത്രത്തിൽ. ആ കഥാപാത്രത്തെ ഒന്ന് ഓർക്കാം. ഒരുപക്ഷെ ആ കഥയിലെ മൊത്തം പരിസരം വെച്ച് നോക്കുമ്പോൾ മുരളിക്ക് അത്ര സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമല്ല. മോഹൻലാലിൻ്റെ ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ, മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസറാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആ കഥാപാത്രം നായകനുമായിട്ടുള്ള അത്തരത്തിലുള്ള സൗഹൃദം പുലർത്തുന്നു എന്നുള്ളത്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ട്രാജഡിയിലേക്ക് എത്തുമ്പോൾ, ജ്യേഷ്ഠൻ്റെ മരണത്തിലേക്ക് എത്തുമ്പോൾ കൂടെ നിൽക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം അതിലേറ്റവും സുപ്രധാനമായ ഒരു സീനെന്ന് എനിക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചായാലും ആ സീനിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചായാലും ഒക്കെ പറയാറുള്ളത്, ഇയാളുടെ മരിച്ചുപോയ ആളുടെ അജ്ഞാത മൃതദേഹത്തിൻ്റെ ശരീരത്തിൽ ലഭിച്ച വസ്ത്രവും അയാളുടെ ബിലോങ്ങിങ്സൊക്കെ അന്വേഷിച്ചൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മുരളിയാണ് ആ കൂടെ പോകുന്നത്. ഇയാളൊരു RDO എന്ന നിലയിൽ
അയാൾക്കുള്ള അധികാരത്തേക്ക് അതിനുവേണ്ടി ഹരികുമാർ അങ്ങനത്തെ അതെ അതിനുവേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സീനിൽ ഈ കിട്ടാൻ പോകുന്ന വസ്ത്രമോ ചെരുപ്പോ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജ്യേഷ്ഠനാണെന്ന് തിരിച്ചറിയേണ്ടി വന്നാലുള്ളൊരു ഒരു ഒരു വല്ലാത്ത വിമിഷ്ടമാർന്നൊരു മുഹൂർത്തമാണത്. ആ കഥ അതിലാലാണ് അത് തിരിച്ചറിയേണ്ട ആൾ. പക്ഷെ ആ അതേ സമ്മർദ്ദങ്ങൾ ഈ കഥാപാത്രം അനുഭവിക്കുന്ന അതേ സമ്മർദ്ദങ്ങളും മുരളിയുടെ കഥാപാത്രം അനുഭവിക്കുന്നുണ്ട്. അത് കൺഫേംഡ് ആകുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മുരളിയുടെ എനിക്ക് തോന്നുന്നത് ഞാനുമായിട്ട് ചെയ്തതിൽ മറ്റൊരു സുപ്രധാനമായ കഥാപാത്രം ധനത്തിലെ ലാലുമായിട്ട് ഒരേ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത സിനിമയാണത്. വലിയ സൗഹൃദമുള്ള രണ്ടുപേരാണ്. രണ്ട് എന്താണ് മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത ഏറ്റവും തീക്ഷ്ണമായ ബന്ധം പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അപ്പം അതും എനിക്ക് തോന്നുന്നത് നമുക്ക് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ലാലിനോടൊപ്പം തലപ്പൊക്കത്തിൽ നിന്ന് അഭിനയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ലാൽ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ചെയ്യാൻ കഴിയുന്ന ടാലൻ്റുള്ള ഒരാളെന്ന നിലയിലാണ് മുരളിയെ അതിനായിട്ട് പരിഗണിക്കുന്നത്. അല്ല, അത് അദ്ദേഹം ഇപ്പൊ പറയുമ്പം വലിയ താരങ്ങളോടൊപ്പം ചെയ്യുന്ന വേഷങ്ങളിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞ സാർ ഉപയോഗിച്ച വാക്ക് തലപ്പൊക്കം എന്നുള്ളൊരു വാക്കാണ്. അത് ഇപ്പൊ വെങ്കലെടുത്താലും മനോജേട്ടന്റെ കൂട്ടത്തിലെടുത്താലും അങ്ങനെ എടുക്കുന്ന ഒരുപാട് സിനിമകളിൽ ഒപ്പത്തിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമ്മൾ ഭരതത്തെക്കുറിച്ച് പറഞ്ഞു. ഭരതം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങളിൽ മുരളിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള മലയാളികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഓരോ അഭിനേത്രിമാർ മലയാളത്തിലേക്ക് വരുമ്പോഴും ആ അഭിനേത്രിയെ അളക്കാൻ ആളുകളൊരു സ്കെയില് പോലെ ഉപയോഗിക്കുന്ന നടി പ്രിയപ്പെട്ട ഉർവശി ചേച്ചി ഇപ്പോൾ മുരളി സാറിനെ ഓർക്കുന്നു. മുരളി ചേട്ടൻ എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്. അപ്പം ഞാൻ കൊച്ചാട്ടാന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിനെ. ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു മുരളി ചേട്ടൻ. ഷൂട്ടിങ്ങിനിടയ്ക്ക് എൻ്റെ ഹോബി എന്ന് പറയുന്ന ഭരതമൊക്കെ സിനിമ നടക്കുമ്പോൾ എന്തോന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം മുരളി ചേട്ടൻ മോളെ മതി കേട്ടോ ഇങ്ങനെ പറയും. അപ്പം ലാലേട്ടനും എല്ലാവരും ഒക്കെ ഇരിക്കുകയായിരിക്കും. അതൊക്കെ കൊച്ചാട്ടൻ അത് ഇഷ്ടമല്ല. അവൻ എന്തെങ്കിലും ഞാനിങ്ങനെ എണീറ്റ് അങ്ങോട്ട് മാറിയിട്ട് മുരളി എന്ന് വിളിച്ചിട്ട് ഗ്യാപ്പ് വിട്ട് കൊച്ചാട്ടാ എന്ന് വിളിക്കും. ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളും പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എണീറ്റ് വന്നാൽ പുള്ളി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും. അപ്പോൾ ഞാൻ എന്നെ അടിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് നടന്നിരുന്നത്. അപ്പോൾ കൊച്ചാട്ടൻ ഈ മുരളി ഇത് വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര, ഞാൻ പേരേ പറയത്തില്ല, കൊച്ചാട്ടാന്ന് മാത്രമേ വിളിക്കൂ. ഞാൻ ദൂരെ അങ്ങോട്ട് പോയി നിന്നു. ഡാ മുരളി കൊച്ചാട്ടാ എന്നിട്ട് ഓടി. പിന്നെ ഞാൻ കാണുന്ന ഇപ്പുറത്തൂടെ ഓടി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ദേഷ്യത്തിൽ. ഞാൻ പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് വിളിച്ചതാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പ്രായത്തിന് മൂത്തവരെ എല്ലാവരെയും നീ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ, നിനക്കാകപ്പാടെ 3.5 വയസ്സേ ഉള്ളൂ നീ അറിഞ്ഞു. അവന് പിന്നെ 3.5 ഒന്നുമല്ല, 3.5 വയസ്സില്ല നായികയായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ മുല്ലച്ചുരിക്ക് ഇങ്ങനെ ഇവിടം വരെയുള്ള കൈയുള്ള ബ്ലൗസായിട്ടേക്കുന്നത്. ഈ ഒരൊറ്റ വിരലുകൊണ്ട് ഒരടി ഇങ്ങനെ തന്നു. മേരി വിളിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞ് കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കൈ കൊണ്ട് ഒരടി തന്നു. അപ്പം എനിക്കൊന്നും എന്തൊന്നുമില്ല, ഒരു വരെയുള്ള അടി. ഞാൻ പറഞ്ഞു പിന്നെ ഹൂ നാണിച്ചിട്ട് ഞാൻ ഓടി. കുറച്ചു നേരം കഴിഞ്ഞ് ലാലേട്ടനും ഞാനും കൂടെ ഈ വേണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുന്നൊരു സീനുള്ളത്. ഭയങ്കര സീരിയസ് സീനാണ്. അപ്പം ഞാനതൊക്കെയോ തമാശ അറിയാം. അപ്പം ലാലേട്ടൻ പറഞ്ഞു, സീരിയസ് സീൻ മിണ്ടായിരിക്കും വെച്ചേ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒരടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തു ചെയ്തു? ഞാൻ ചുമ്മാ പെട്ടെന്ന് കൈ നോക്കിയപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, വെറുതെ ഒന്ന് അമർത്തി പിടിച്ചാൽ കൈ ചുമന്ന് തടിച്ചു വരും. അപ്പോൾ ഈ ഒരു വിരലിൻ്റെ പാടിങ്ങനെ തിണർത്ത് കിടപ്പുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു, നോക്കില്ലാലേട്ടാ എന്നെ ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു, അതാണ് ഒരു വിരലേ പതിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഈ പാട് കണ്ട് ലാലേട്ട് ഭയങ്കര, പക്ഷെ എന്നാലും നിങ്ങൾ മോശമായിപ്പോ കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, പെൺകുട്ടികളല്ലേ, അതിങ്ങനെ ചെറുതല്ലേ, അതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളി പറഞ്ഞുകൊണ്ട് നടക്കും, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ, പാടില്ലായിരുന്നു. പിന്നെ മോശമായിപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ മുരളിച്ചേട്ടനും ആ സീരിയസ്നെസ് മനസ്സിലായത്. എൻ്റെ കൈ നോക്കിയപ്പോൾ മുരളിച്ചേട്ടനും പാവുന്നത്, ഞാൻ ആ പാവത്വം ആ ഫുൾ ഡേ മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു കൊച്ചേട്ടാന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത്, അങ്ങനെ ഒരു ചെറിയ അധികാരം ഉപയോഗിച്ച് ഒരു വലിയേട്ടനായിട്ട് പല ലൊക്കേഷനുകളിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദശരഥത്തിലെ കഥാപാത്രം, ആ കഥാപാത്രം
ഉറപ്പായിട്ടും സാറിൻ്റെ പടങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട, നേരത്തെ പറഞ്ഞ അതേ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊന്ന് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അതിലൊരു കുട്ടിയെ മേടിക്കുന്നത് മുരളിൻ്റെ കഥാപാത്രം തന്നെയാണ്. ഇത് രണ്ടും ഏതാണ്ട് ഒരേ മാനസിക വ്യാപാരം. സത്യൻ സാറിൻ്റെ പടമാണത്, ഇത് സാറിൻ്റെ പടമാണ്. പക്ഷെ ഒരേ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളെയൊക്കെ ശരിക്കും രണ്ട് വ്യക്തികളായി തന്നെ അവതരിപ്പിക്കുന്നതിൽ വലിയ തോതിൽ വിജയം കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് മുരളി സാർ. ഇനി നമുക്ക് മുരളിയുടെ ഓർമ്മകളുമായി ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ് നമ്മളുടെ ഈ ലക്കത്തിലേക്ക്. ഒരുപാട് സിനിമകളിൽ, ടെലിവിഷൻ പരമ്പരകളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സോന നായർ. നമസ്കാരം. നമസ്കാരം. അഭിനേത്രി എന്നുള്ള നിലയിൽ എപ്പോഴും നമുക്ക് ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നു. ആ ചിത്രത്തില് മുരളി സാറിനോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത് അല്ലെ? അതൊരു വലിയ കോമ്പറ്റീഷൻ വരുന്ന സ്ഥലമാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത്. അയ്യോ, അത് ശരിക്കും പ്രിയനന്ദനൻ എന്ന ഡയറക്ടറെ ഇതിലേക്ക് വിളിക്കുമ്പോൾ 2000-ലാണ് ഷൂട്ട് ആരംഭിച്ചത്. 2001 സെൻസർ ചെയ്തു. 2001 തന്നെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇതും കിട്ടി. ശരിക്കും ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1995 തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലാണ്. എൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരുപാട് വർക്കുകൾ കണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ അഭ്രപാളികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഹാനായ നടനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. കാരണം എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ ശരിക്കും തൂവൽ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷന് വന്നപ്പം എനിക്ക് മിണ്ടണോ എന്താണ്, നമുക്ക് ഈ ബഹുമാനവും ആരാധനയൊക്കെ അങ്ങനെ മൂക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. കുറേ നേരം ഞാനിങ്ങനെ, കാരണം പുള്ളി ഒരു എന്താ പറയുക, ഒരു പരിക്കൻ ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഒക്കെ. ഈ പത്രത്തിൽ അന്ന് വരുന്ന പരസ്യത്തിലൊക്കെ കാരിരുമ്പിന്റെ കരുത്തുള്ള നടനൊക്കെ എഴുതി കുറെ ആരോപിത പരിക്കനായിട്ടുണ്ട്. ആധാരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത്. ലോഹി എഴുതിയ ക്യാപ്ഷനാണത്. പിന്നെ നമ്മള് മുരളിയെ തമാശ കാര്യരുമ്പെന്നാ വിളിക്കാം. ഞങ്ങള് ഈ മിമിക്രിയിൽ അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ കൊണ്ട് കാരിരുമ്പിന്റെ കരുത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത്. അത് ആ പോസ്റ്ററിൽ വന്ന സാധനം പിന്നീട് ആരോപിച്ച് കിട്ടി. സ്ഥിരം പരിക്കൻ എന്ന് പറയുന്നത് ശരിക്കും അത്തരം കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ഈ പരിക്കൻ സ്വഭാവങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അതിനെ തീർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ എവിടെയോ ഒരു പരിക്കൻ്റെ ഒരു ലുക്കിൽ ശരിക്കും ഞാൻ ബഹുമാനത്തിൻ്റെ അങ്ങ് മാക്സിമം അങ്ങ് ആയിപ്പോയി. എന്നിട്ട് സാറിനെ ഞാൻ അന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം മകളായി, മരുമകളായി, ഭാര്യയായി, പ്രവാസം എന്ന ചിത്രത്തിൽ ഭാര്യയായിട്ട് അഭിനയിച്ചു. പിന്നെ നെയ്ത്തുകാരനിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗീത എന്ന കഥാപാത്രം ശ്രീ പ്രിയനന്ദനൻ സമ്മാനിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനോട് ഉടനീളം ഒരു കഥാപാത്രം, എൻ്റെ അമ്മാവനായിട്ടാണ് അപ്പമേസ്ത്രി, EMS സാറിൻ്റെ ആരാധകൻ അപ്പമേസ്ത്രി ആയിട്ട് ഉള്ളൊരു കഥാപാത്രമാണ് അത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൊക്കേഷനിൽ. കാരണം വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പടമെന്ന് വേണമെങ്കിൽ പറയാം നെയ്ത്തുകാരൻ. അത്ര ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് നമുക്ക് 3 പേർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രയാസപ്പെട്ടാണ് പ്രിയൻ ആ ഒരു വർക്ക് ചെയ്തെടുത്തതും. പക്ഷേ നാഷണൽ അവാർഡ് വരയ്ക്കും എത്തുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ചിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പോയി എന്നുള്ളത് ശരിക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം സിബി സാർ പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു ഡെപ്ത് നോക്കിയാല് മറ്റു പല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട സിനിമ എന്നുള്ള വാക്കാണ് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റിയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പം ഇത് വളരെ ചെറിയൊരു പടമാണ്. ഇതിനോട് സഹകരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമല്ല. അതൊരു മഹാനായ നടനെ അത് അല്ല, മുരളി അങ്ങനെയാണ്. മുരളി കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. അതാണ് അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ എവിടെയുണ്ടോ അതിനെ നഷ്ടപ്പെടുത്താൻ. അതുകൊണ്ട് അതിന് ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്യും. ശരിക്കും ആ ലൊക്കേഷനിൽ വെച്ച് പ്രിയൻജി എപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല സൗഹൃദമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ പ്രിയൻജി പറയുമായിരുന്നു, എന്നെ പോലുള്ള ഒരു പുതു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ, എന്നെ പോലുള്ള ഒരു വർക്കിൽ അതും തീരെ
ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഇതിൽ ഇദ്ദേഹത്തെ പോലെ ഒരു നടനെ കിട്ടിയതിന് ഇതിനപ്പുറം എനിക്ക് വേറൊരു അവാർഡ് ഇല്ല എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേയും പറയുമായിരുന്നു. പിന്നെ എന്താ പറയുക, ശരിക്കും ഒരു സ്കൂളാണ് ആക്ച്വലി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അത് ഒരു കോ വർക്കർ എന്നുള്ളൊരു നിലയിൽ ഞാൻ കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ഷോട്ടിലും അതിൻ്റെ ഫ്രെയിം സെൻസും എല്ലാത്തരം സെൻസും ഉണ്ട് പുള്ളിക്ക്. ക്യാമറയുടെ ആണെങ്കിലും ഫ്രെയിമിങ്ങിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും അത് ഒരു നിറഞ്ഞ നടൻ. ഈ പരിക്കെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോ പരിക്കൻ കഥാപാത്രം ശരിക്ക് വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു വൈശിഷ്ട്യം ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? മുരളിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ ആർദ്രമാണ്. പുറമെ ഈ പരുക്കൻ കിട്ടിയ ഇമേജ് പുള്ളി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ ഉള്ളിൽ വളരെ വളരെ നന്മയുള്ള, വളരെ സ്നേഹമുള്ള, ആരോടും ഞാനുമായിട്ടൊക്കെയുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മുഖം കറുത്തൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടോ സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടേ ഇല്ല. അതിനുള്ള അവസരം മുരളി ഉണ്ടാക്കിയിട്ടില്ല. അഭിനയിക്കുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു കടുത്തൊരു വാക്ക് അങ്ങോട്ടും കമലദളം സദയം ഇങ്ങനെ. കമലദളത്തിൻ്റെ കാര്യത്തിൽ തന്നെ, കമലദളത്തിൽ മുരളി ചെയ്ത വേഷം ആക്ച്വലി വേണുചേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത്. കഥകളി അധ്യാപകൻ്റെ വേഷം വേണുചേട്ടനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വേണുചേട്ടന് ഇത് വിദേശയാത്ര ഉള്ളതുകൊണ്ട് 2-3 ദിവസമേ നമുക്ക് തരാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വേണുചേട്ടൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ വേഷം ആ അടി കൊടുക്കുന്ന കഥാപാത്രത്തെ ചെയ്ത് മറ്റതിലേക്ക് മുരളിയെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുരളി മീശ വടിക്കണം, അങ്ങനെയാണ് ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞു. അതിനെന്താ മീശ വടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വടിച്ചു. കാരണം കഥകളിയൊക്കെ ചെയ്യുന്ന ആൾക്ക് മീശ വെച്ച് വെക്കില്ല. ഒരു മടിയില്ലാതെ അയാളുടെ അതിന് മുമ്പ് ചെയ്തിരുന്ന പടങ്ങളുടെ കണ്ടിന്യൂറ്റി ഒക്കെ പുള്ളി മറന്നിട്ട് അതിനുവേണ്ടി അങ്ങ് ചെയ്തു. അത് വലിയ കഥാപാത്രമൊന്നും അല്ലെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാവുന്നത്. അതാണ് ഒരു ആക്ടർക്ക് അയാൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്നൊക്കെ പുള്ളി മനസ്സിലായിക്കൊണ്ട്. പ്രധാന കഥാപാത്രമല്ല, ഒരു സൈഡ് വേഷമാണ് എങ്കിൽ പോലും അത് ആരുടെ കൂടെയാണ് ആ സിനിമ ചെയ്യുന്നത്, ലോഹിയെയും എന്നെയും ലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് മുരളി അതിന് തയ്യാറാകുന്നത്. ഒരാളെ കൂടെ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടതുണ്ട്. മുരളി എന്ന അതുല്യ നടനോട് വലിയ ചങ്ങാത്തം കാത്തു സൂക്ഷിച്ച ഒരാൾ, നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, മികച്ച തിരക്കഥാകൃത്ത്, സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകവാടി. സ്വാഗതം സാർ. ഒരാത്മസൗഹൃദം ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങൾ തമ്മിൽ, സിനിമയ്ക്ക് പുറത്തും അല്ലേ? ഏതാണ്ട് എത്ര കാലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു? ഏത് സമയത്താണ് കണ്ടത്, പരിചയപ്പെട്ടത്? ഞാൻ സംവിധായകൻ മോഹനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഒന്നും ഞാൻ സിനിമയിൽ വന്നിട്ടില്ല, സിനിമ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സമയത്ത് എന്തോ ഒരു നിയോഗം പോലെ ഇവരുമൊക്കെ ആയിട്ട് മാനസിക ബന്ധം. ഞാനിപ്പോൾ ഒരിക്കലും ഒരു പ്രൊഫഷണലായിരുന്നില്ല, ഞാൻ വളരെ പേഴ്സണലായിരുന്നു. അങ്ങനെ മോഹനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മോഹനെ ഒരു ദിവസം അമൃതയിൽ ഹോട്ടലിൽ ഇങ്ങനെ രാവിലെ മോഹൻ കുളിക്കുകയാണ്, ഒരു ബെല്ല് ഞാൻ തുറന്നപ്പം ഇതുപോലെ പരുക്കൻ മുഖമൊക്കെ ആയിട്ട് ഒരാൾ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ആരാ? മോഹൻ സാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കുളിക്കുകയാണ്, ഞാൻ മുരളി. ആ സ്വരമൊക്കെ അറിയാലോ, സ്വരം നല്ല, ഞാൻ കാണാൻ വന്നതാണ്, ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പം മുരളി അപ്പം അഭിനയത്തെ ഒരു ചാൻസ് ചോദിച്ചു വന്നതാണ്. അപ്പം ഞാൻ തിരിച്ച് അന്ന് കോളേജിലോട്ട് പോകാൻ നിൽക്കും, എനിക്ക് സ്കൂട്ടറാണ്. അപ്പോൾ ഞങ്ങൾ മുരളി, ഞാൻ പറഞ്ഞ മുരളി യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുക, എന്നെ അങ്ങ് യൂണിവേഴ്സിറ്റിയിൽ വിട്ടേക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു, യൂണിവേഴ്സിറ്റി വിട്ടു. അപ്പൊ സിനിമയിൽ തുടങ്ങിയിട്ടില്ല, പുള്ളി തുടങ്ങിയിട്ടില്ല, ഞാനും തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് മുരളി ഇങ്ങനെ കൊച്ചു കൊച്ചു പടങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ പട്ടത്ത് വൃന്ദാവൻ കോളനി എന്ന് പറയും, തൊട്ടടുത്ത് സോമേട്ടൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് മുരളി അവിടെ താമസിക്കാൻ വന്നു. അപ്പം അന്ന് സെൽ ഫോണൊന്നും ഇല്ല. ഞാൻ അവിടെ വന്നിട്ടുണ്ടല്ലേ? ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, ഈ പട്ടത്തുള്ള. ഏത്? ഈ സോമൻ സാറിന്റെ ഫ്ലാറ്റിൽ മുരളി താമസിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ മുരളി എന്നെ പരിചയപ്പെട്ട് തുടങ്ങിയ കാലത്ത്, അപ്പം മുരളിക്ക് മോളുണ്ടായി. മോൾക്കൊരു 2 വയസ്സുള്ള സമയമാണ്. ആ സമയത്ത് മോൾക്ക് സമയത്ത് കാലിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മുരളിക്ക് ഭയങ്കര വറിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ചെല്ലുകയും ആ കുഞ്ഞിനെയൊക്കെ എനിക്ക് കാലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അവിടെ വന്നൊരു അപ്പോൾ അന്ന് ഫോണില്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫോണില്ല. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. അപ്പം ഞാൻ ആ ഡേറ്റ് എടുക്കുന്നത്
ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഞാൻ പറയും വൈകുന്നേരം വിളിച്ചാൽ കിട്ടും. അപ്പോൾ ആരാ ഡയറക്ടറുടെ പേരൊക്കെ എഴുതി വെക്കും. അപ്പം പറയുമല്ലോ മാർച്ച് 10 തൊട്ട് 15 വരെയാണ് വേണ്ടതൊക്കെ പറയും, നമ്മളിങ്ങനെ എഴുതിയിടും. പിന്നെ മുരളി വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ മുരളിയുടെ ഫോൺ എൻ്റെ ഫോണാണ് മുരളിയുടെ ഫോൺ. അപ്പം ഞാൻ പണ്ട് മുരളിക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ മാനേജർ അപ്പം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തിരക്കഥ എഴുതുന്നോ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആൻഡ് ഇറ്റ് സോ ഹാപ്പൻ ഞാൻ സിനിമയിലേക്ക് വന്നു. ആദ്യത്തെ സിനിമ വേണുചേട്ടനെ കൂടെ അറിയാമല്ലോ, കഥയൊക്കെ അറിയാമല്ലോ. വേണുചേട്ടൻ്റെ കൂടെ സർവകലാശാല എഴുതി അങ്ങനെ ഇരിക്കുന്നു. ലാൽ സലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ലാൽ സലാമിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മുരളി സഖാവാണല്ലോ. അപ്പം എൻ്റെ പിതാവുമായിട്ടും ഞാനുമായിട്ടൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് ബന്ധം വലിയ ബന്ധമാണല്ലോ. അവിടെ ഒന്ന് സഖാവേ എന്ന് വിളിക്കും. അങ്ങനെ അങ്ങോട്ട് എന്തുകൊണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് സഖാവേ എന്നൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാനും വേണുചേട്ടനും കൂടെ എഴുതിക്കൊണ്ടിരിക്കുമ്പം നാച്ചുറലി അന്ന് DK ആന്റണി എന്ന് പറയുന്ന ഒരു വലിയ കഥാപാത്രമാണ്. മറ്റത് മോഹൻലാലും തീരുമാനിച്ചു, നെട്ടൂരാൻ മോഹൻലാൽ തീരുമാനിച്ചു. മറ്റത് മനസ്സുകൊണ്ട് ഞങ്ങൾ മമ്മൂട്ടിയൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. എഴുതി വരട്ടെ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതോ ഒരു നിമിഷം മുരളി അങ്ങ് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോയി. ഞാനും വേണുചേട്ടനും കൂടെ അതൊരു എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക നിമിഷം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ശരിയാച്ചാ. അപ്പം ഞാൻ വേണുചേട്ടാ നമുക്ക് ഈ കഥാപാത്രം മുരളിയെ കൊണ്ട് ജയിപ്പിച്ചാലോ? അതൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു തോന്നല, ഒരു രണ്ടുപേർക്ക് ഒരേപോലെ തോന്നുക എന്ന് പറയുന്ന സംഭവം. അപ്പൊ സംവിധായകനാണല്ലോ നമുക്കതിനകത്ത് വലിയ കാര്യം, സംവിധാനമല്ലേ തീരുമാനം എടുക്കണ്ടേ. ഡൺ, നമ്മള് മുരളിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുരളി വീണ്ടും കയറി വന്നു. അപ്പം മുരളി അടുത്ത് പറഞ്ഞു, മുരളി വേണിച്ചേട്ടാ പറഞ്ഞത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, DK ആന്റണി ചെയ്യുന്നത് മുരളിയാണ്. ഞാനോ? കാരണം അന്ന് മുരളിക്ക് ചിന്തി. അപ്പം അതിനകത്ത് പ്രശ്നം അറിയാം. പ്രശ്നം TV തോമസിന്റെ ലുക്ക് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റാണ്. നല്ല 6 അടി ഹൈറ്റും ഭയങ്കര ആജാനുബാഹു ഒരു മനുഷ്യനാണ്. ഭയങ്കര ഒരു വറേഷ് റീഡറും ഭയങ്കര ഒരു അദ്ദേഹം MA BA കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് വേറെ ചരിത്രമാണ്. പക്ഷെ മുരളിക്ക് ഉണ്ടായിരുന്ന ഗുണം വെച്ചാൽ ആ കഥാപാത്രത്തെ ആവാഹിക്കാനുള്ള കപ്പാസിറ്റി, ആകാരം കൊണ്ടല്ല, ആ ക്യാരക്ടറൈസേഷൻ. അതാ TV തോമസിനെ ആവാഹിച്ച് അദ്ദേഹം എടുത്തു. അല്ല, നമ്മൾ ഓൾറെഡി കണ്ടുപരിചയമുള്ള ഒരു ക്യാരക്ടറെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം. അതെ, അതങ്ങനെയാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം. നല്ല മികച്ച നടന്മാർക്ക് അതങ്ങനെ കൺവിൻസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം കൺവിൻസ് ചെയ്ത് എടുത്തു ആ സിനിമയിൽ. അതായിരുന്നല്ലോ സിനിമയുടെ ഏറ്റവും വലിയ അതെ ആ ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തു വരുന്നത്. ഇപ്പം ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു അതാ പറഞ്ഞത്, എല്ലാ തരം കഥാപാത്രങ്ങളും അദ്ദേഹം പല കാലഘട്ടങ്ങളിലായിട്ട് ടോട്ടൽ കരിയറിന്റെ സ്പാനിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വീണ്ടും മുരളിച്ചേട്ടൻ്റെ ഓർമ്മകളുമായി നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി ശ്രീലക്ഷ്മി. ഞാൻ ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് കാലുവെക്കുന്നത് മുരളിയേട്ടൻ്റെ കൂടെയാണ്. എൻ്റെ ആദ്യത്തെ പടം, എൻ്റെ ആദ്യത്തെ നായകൻ മുരളിയേട്ടനാണ്. പൊരുത്തം എന്ന് പറയുന്ന സിനിമയിൽ കലാധരൻ സാറ് സംവിധാനം ചെയ്ത പടമായിരുന്നു. അന്ന് ഞാനൊരു കുഞ്ഞു കുട്ടിയായിട്ടാണ് അഭിനയിച്ചത്. ഒരുപാട് പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു മുരളിയേട്ടനും ഇതിൽ ആ സിനിമയിൽ അഭിനയിച്ചത്. അന്ന് എന്താ പറയുക, എനിക്കും അന്നും ഈ പറഞ്ഞ പോലെ മുരളിയേട്ടന് ഒരുപാട് നോളജുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് എന്തിനെ പറ്റി ചോദിച്ചാലും, എന്തിനെ പറ്റി ആയിക്കോട്ടെ ചോദിച്ചു കഴിഞ്ഞാലും, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് ഉത്തരവുണ്ട്. ഒരുപാട് ക്ലാസ് എടുക്കും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. അങ്ങനെ വളരെ എന്താ പറയുക, വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ അഭിനയിച്ചൊരു പടമായിരുന്നു, എൻ്റെ ആദ്യത്തെ പടമായിട്ട് പോലും. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയും കൂടെ അഭിനയിച്ചു, താലോലം, ജയരാജ് സാറിൻ്റെ താലോലം എന്ന് പറയുന്ന പടം. അതിലും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് തന്നെയായിരുന്നു. അന്നും ഇതുപോലെ അതിനകത്ത് ഒരുപാട് നല്ല ഗംഭീരമായിട്ടുള്ള കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. വളരെ ഭാഗ്യം മുരളിയേട്ടനോട് 2 പടം ചെയ്യാൻ സാധിച്ചത്. പിന്നെ ശ്രീ പറഞ്ഞ പോലെ കറക്റ്റാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും അണ്ടർ ദിസ് ആണ്, എന്ത് ചോദിച്ചാലും അതിനൊരു ഉത്തരം ഭയങ്കര, എല്ലാത്തിനും വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള. അദ്ദേഹത്തിന്റെ സഹവാസവും ഇത്തരത്തിലുള്ള കവികളാണ്. കടമ്മനിട്ടായാലും അയ്യപ്പ സാറായാലും വിനയേന്ദ്രൻ, നരേന്ദ്രപ്രസാദ് സാർ, ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം വല്ലാതെ ഉണ്ട്. കവിതയോട് സാഹിത്യത്തിൽ തന്നെ കവിതയാണ് എപ്പോഴും ഇൻസ്റ്റന്റ് കവിതകളൊക്കെ, കവിത ചൊല്ലിക്കൊണ്ടാണ് നടപ്പ്. പുള്ളിയുടെ വെറുതെ ഉള്ള ഒരു സമയങ്ങളിൽ മുഴുവനും ഈ കവിത ഇങ്ങനെ അനർഹളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അത് കാണാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കിയിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു സൗഹൃദ വലയം മുരളിയിലെ കലാകാരനെ വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാധീനിക്കുന്നത് നാടകത്തിൻ്റെ കവലം
സ്കൂളും എല്ലാം ഉണ്ട്, എല്ലാ സ്കൂളിലും പുള്ളിയുണ്ട്. ആ ഒരു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്നെത്തിയ ശേഷം അത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങളിലേക്ക് പുള്ളി ചേർക്കപ്പെട്ടു. മുരളി സാർ ഇലക്ഷൻ നിന്നതിനകത്ത് ചെറിയാൻ സാറിന്റെ വലിയ പങ്കുണ്ടെന്നുള്ളൊരു ശരിയാണ്. പങ്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അന്ന് സഖാവ് VS അച്യുതാനന്ദൻ, ദേവകുമാർ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു MLA, ഹരിപ്പാട് MLA അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പറയാൻ പറയുന്നു, ചെറിയാനോട് പറയൂ നമുക്ക് മുരളിയെ ഇലക്ഷൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം, അത് ആ ജോലി ഞാൻ ചെറിയാനെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ കാറെടുത്ത് നേരെ മുരളിയെ കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മുരളി ഞാനൊരു കാര്യം പറയാൻ പോവാണ്, പെട്ടെന്ന് കേൾക്കുമ്പോൾ നോ എന്നേ ഉത്തരം വരത്തുള്ളൂ എന്നറിയാം, എങ്കിലും നമുക്കൊന്ന് ആലോചിക്കണ്ടേ, ചെറിയ കാര്യം പറ. അപ്പം എന്നെ അങ്ങോട്ട് ഞാൻ മുരളി ഭായി എന്നാണ് വിളിക്കുന്നത്, ചെറിയാൻ ഭായി കാര്യം പറയൂ. ഞാൻ പറഞ്ഞ അടുത്ത ഇലക്ഷൻ്റെ കാര്യത്തിന് സംസാരിക്കാൻ വന്നതാണ്, സഖാവ് VS പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അവിടെ ആരാ സ്ഥാനാർത്ഥി ചെറിയാൻ അറിയാമെന്ന് ചോദിച്ചു. മറ്റേത് VM സുധീരനാ. തോൽവി ഉറപ്പ് എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. എന്തിനാ ചെറിയാച്ച നമ്മൾ അവിടെ പോയി തോക്കുന്നത്? കാരണം VM സുധീരൻ സീസൺഡ് ആയിട്ടുള്ള സ്ഥിരം ജയിക്കുന്ന ആളാണ്. നമുക്കങ്ങനെ ആലപ്പുഴ ബന്ധം ഞാനൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ബന്ധമല്ലേ ഉള്ളൂ. പിന്നെ ലാൽസാബിൽ ചെയ്തു, തോമസിന്റെ ക്യാരക്ടർ ചെയ്തു എന്നൊക്കെ ഉള്ള ആലപ്പുഴ ബന്ധമല്ലാതെ ഇദ്ദേഹം കൊടവട്ടൂരുകാരനല്ലേ. അപ്പം ഞാനും വേണുചേട്ടനൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാ, P. ശ്രീകുമാർ ഞങ്ങളുടെ ഗ്യാങ് ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്, തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ, പാർട്ടി തന്നൊരു വലിയ ഒരു പദവിയല്ലേ, ഇരിക്കാൻ ഒരവസ്ഥ തന്നല്ലേ. തോൽക്കുന്നത് നമ്മുടെ ആനയോടല്ലേ തോൽക്കുന്നേ, അപ്പോൾ നമ്മുടെ ആടിനോടല്ലല്ലോ തോൽക്കുന്നേ. അപ്പം അതിന് അന്തസ്സില്ലേ, നമുക്കൊന്ന് പൊരുതി നോക്കാം. അപ്പം ആദ്യം ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ അവസാനം അദ്ദേഹത്തിലെ സഖാവിനെ ഉണർത്തി. നമ്മൾ സഖാവിനെ ഉണർത്തി. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കർത്തവ്യമല്ലേ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ അടിച്ച അവസാനം അദ്ദേഹം സമ്മതിച്ചു. ഒറ്റ കണ്ടീഷൻ, ഞാനും വേണുനാവളിയും ഈ P. ശ്രീകുമാറും നിഴല് പോലെ ഉണ്ടായിരിക്കണം. നിഴല് പോലെ പറഞ്ഞ 24 hours. അപ്പൊ എന്റെ വീട്ടിലായിരുന്നു ആദ്യം കുറെ കാലം. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സിബിയും ഇടയ്ക്ക് ദിവസം വരികയും ഞങ്ങളെല്ലാം കൂടെ ആലപ്പുഴ മുഴുവൻ കറങ്ങിയതൊക്കെ ഓർമ്മ. ഒരു കാര്യം ഞാൻ ആലപ്പുഴയിലെ വോട്ടറാണോ? ആലപ്പുഴ വോട്ടില്ല ആ സമയത്ത്. പിന്നെ ജനിച്ചു വളർന്നല്ല ആലപ്പുഴ. എന്റെ ജീവിതത്തിന്റെ ആദ്യ ഘട്ട 10-25 വർഷം ആലപ്പുഴയിൽ തന്നെ ജീവിച്ചു വളർന്ന ആളാണ്. അപ്പൊ അങ്ങനെ അവിടെ ഇലക്ഷന് ഞങ്ങൾ 4 കൂടെ ഇറങ്ങി. ഞാൻ എന്നെ വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ മറ്റു തിരക്കുകളും ഷൂട്ടിങ്ങൊക്കെ ഉണ്ട്. മുരളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നിങ്ങളുടെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ജയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ സുധീരനുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ്. കാരണം പുള്ളി എന്നെ കാണുമ്പോൾ സിനിമകളോടുള്ള ഇഷ്ടമാണ്. എപ്പോൾ കണ്ടാലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ആ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് VM സുധീരനും. മുരളിയാണെങ്കിൽ അതിനേക്കാളും വ്യക്തിപരമായിട്ടും സിനിമയുമായിട്ടുള്ള ബന്ധം അഗാധമാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് പ്രവർത്തിക്കുന്നതിനകത്തൊരു എൻ്റെ കുടുംബം മുഴുവനും ഒരു കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്നൊക്കെ പറയും. എൻ്റെ അച്ഛൻ്റെ കുടുംബം ആൾക്കാരൊക്കെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് ഒരാളാണ് എൻ്റെ ഒരു ചുറ്റപ്പൻ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡൈലമയിലാണ് ഞാൻ. പക്ഷേ ഞാൻ മുരളിക്ക് വേണ്ടിയല്ലേ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ആലപ്പുഴയിൽ എൻ്റെ കുടുംബ വീടുകളിലും എൻ്റെ പരിചിതമായ എല്ലാ സ്ഥലങ്ങളിലും മുരളിയുമായിട്ട് പോവുകയും മുരളിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ പറയുന്നത് പോലെ നേരത്തെ ഏറ്റുമുട്ടുന്നത് അത്രമാത്രം വലിയ പ്രകടനം. എൻ്റെ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര ആളായിരുന്നു. മുരളിയെ കാണാനുള്ള സിനിമ നടനല്ലേ, മുരളി നന്നായിട്ട് പ്രസംഗിക്കും, ഗംഭീര പ്രസംഗിക്കും. ജഗദീഷ് ഏട്ടൻ പറഞ്ഞല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട്, എന്റെ കൂടെ സെൽഫി എടുത്തവര് വോട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു 50,000 ഭൂരിപക്ഷം വന്നേനെ. അദ്ദേഹം പറഞ്ഞതാണ്. കാരണം സിനിമ നടന്നുള്ള അഡ്രസ്സിൽ ഈ പോക്കിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. ഇതിനപ്പുറത്തെ ഗംഭീരമായ പ്രസംഗം, നല്ല അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് ഗംഭീര പ്രസംഗം. ഒരുപാട് കഥാപാത്രങ്ങൾ രാഷ്ട്രീയക്കാരനുണ്ടെന്നേ. അതെ, നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പം ഈ ഞാൻ വരവേൽപ്പിലെ പറഞ്ഞിട്ട് ജനത്തിലെ വിജയ് തമ്പി സാറിന്റെ സിനിമയല്ലേ ക്ലൈമാക്സ് മന്ത്രി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടനെ രാജിവെക്കുന്ന കഥാപാത്രം, ദി കിങ്ങിലെ ക്യാരക്ടർ കേന്ദ്രമന്ത്രി വരെ ആകുന്നുണ്ടല്ലോ. അപ്പം രാഷ്ട്രീയം അങ്ങനെ അകത്തുണ്ട്, കളിയുണ്ട്. അത് കഴിഞ്ഞ് തോറ്റു തോക്കം വെച്ചിട്ട് വിഷമമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ വിഷമം മാറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്രിയനന്ദനന്റെ സിനിമ വരുന്നതും നാഷണൽ അവാർഡ് കിട്ടുന്നതും. അപ്പൊ എന്നോട് പറഞ്ഞു, ചെറിയാച്ച തോറ്റത് എത്ര നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഇതിന് നല്ലൊരു സമയം ഇപ്പൊ ഈ എപ്പിസോഡിൽ ഒരാളെ വിളിക്കാൻ ഇല്ല. മുഴുനീള വേഷങ്ങളുടെ 2 മികച്ച ചിത്രങ്ങൾ നൽകിയ സംവിധായകൻ, നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സംവിധായകൻ, സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പ്രിയനന്ദൻ.
സുബ്രഹ്മണ്യൻ സാർ നമസ്കാരം, സ്വാഗതം. ഞങ്ങളിങ്ങനെ ചെറിയ ചേട്ടൻ പറയായിരുന്നു, അത് ഇലക്ഷന് നിൽക്കുകയും അത് ഒരു ഉറപ്പായ പരാജയ സാധ്യതയുള്ള സ്ഥലത്ത് നിൽക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ദുഃഖത്തിൽ നിന്ന് ഇമ്മീഡിയറ്റ് ഊരി വന്നത് നാഷണൽ അവാർഡിലേക്കാണ്. ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ ഈ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. പുലിജന്മം, നെയ്ത്തുകാരൻ, 2 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. പുലിജന്മത്തിന് മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നു, നെയ്ത്തുകാരന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുന്നു. 2 കാര്യങ്ങളാണ് ഒരു ഇലക്ഷൻ കഴിയുന്നതിന്റെ വാലില് 2 കിട്ടുന്നത്. ആ സിനിമകളുടെ ഒരു തുടക്കവും കാണലും പരിചയപ്പെടലും ഒക്കെ എങ്ങനെയായിരുന്നു? അതിനു മുമ്പേ അറിയുമായിരുന്നു മുരളി സാറിന്? ഞാൻ മുരളിയേട്ടനൊക്കെ ഞാൻ തിയേറ്ററൊക്കെ നടക്കുന്ന കാലത്ത് എനിക്ക് മുരളിയേട്ടനൊക്കെ അറിയാം. നാടകം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അറിയാം. ഞങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു നാടകത്തിന്റെ പോസ്റ്ററൊക്കെ ഞങ്ങൾ മുദ്രാരാർട്സായിട്ട് ഡൽഹിയിൽ പോയിട്ട് കമാനി ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ അതിന് മുൻപ് അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ ഭയങ്കര ഗൗരവമായിട്ട് നിലനിന്നുള്ള അർത്ഥത്തിൽ മുരളിയേട്ടൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സൂ സ്റ്റോറിയൊക്കെ പെരുങ്ങോട്ടുകര കളിക്കാൻ വന്നപ്പോൾ, അവിടെയൊക്കെ തൃപ്രയാർ കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഗർഷോമിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു PT-യുടെ. അപ്പോൾ അതാണ് മുരളിയേട്ടനെ നമ്മൾ നേരിട്ടിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പരിചയം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ മുരളിയേട്ടനെ കാണാൻ പോകുന്നത്. എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിലനിൽക്കുന്ന കാലത്ത് നമ്മൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ഇവരൊക്കെ എടുത്തിട്ട് പോയിട്ട് വരാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് VK ജോസഫാണ്. ഇങ്ങനെ VK ജോസഫേട്ടൻ കൊണ്ടുപോയിട്ട് എന്നെ പരിചയപ്പെടുത്ത്. അപ്പോൾ കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പെട്ടു. കഥ എന്നെ സംബന്ധിച്ചുള്ളത് പറയാൻ പറ്റുന്നില്ല. ഞാൻ വളരെ അത് മരിക്കുന്നവരെ എന്നെ ആ വാക്ക് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടിട്ട് ഞാൻ പറഞ്ഞു, അല്ല എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിച്ചിട്ട് മുരളിയേട്ടൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് കാര്യമായിട്ട് നമുക്ക് നോക്കാം, പറയാം, ഡീറ്റെയിൽ ചെയ്യാം. എനിക്കതല്ലാതെ അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വന്നു. ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബജറ്റാണ്. അപ്പം അതിലെങ്ങനെയാണ് സഹകരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചോദിച്ച് അപ്പം അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതികളില്ല. അപ്പം സോനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥ ആലോചിച്ചിട്ടൊന്നുമല്ല. ഒരു ചെറിയ സിനിമ ചെയ്യുന്നു, അതിലൂടെ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ബജറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങുന്ന പ്രൊഡ്യൂസർ മുങ്ങി എന്നുള്ളതാണ്. ആ ചെറിയ ബഡ്ജറ്റിന്റെ പ്രൊഡ്യൂസർ മുങ്ങി എന്നുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? അത് പിന്നെ ആ സമയത്ത് ആരറിയില്ല, അയാൾ വന്നില്ല അന്ന്. അപ്പൊ അതിന്റെ കഥകളൊക്കെ വലിയൊരു സിനിമയ്ക്കുള്ള കഥകളാണ്. അപ്പൊ ഇയാൾ ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ ഇത് അയാൾ നമ്മളെ വഞ്ചിച്ചാണ്. അയാൾ കുറെ മാറ്റങ്ങൾ പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ച് കുറെ മാറ്റങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മളൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ആദ്യ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ എന്നുള്ളതാണ് ആളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒരു പണി വെച്ച് തരാം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ദിവസം ഞാൻ മുരളിയേട്ടനോട് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുരളിയേട്ടൻ എൻ്റെ ഫോൺ നമ്പർ തരാം, കാര്യങ്ങൾ തരാം. അപ്പോഴേക്കും ആളുടെ തലയൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ചെയ്ത് ഏകദേശം ഒരു ദിവസത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു, മുരളിയേട്ടൻ ഇതിൽ ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സിനിമ നമ്മൾ തീർക്കും, ഇതെങ്ങനെ വന്നാലും നമ്മൾ തീർക്കും, നിങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒപ്പം നിന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒപ്പം നിന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് രാമനിലയത്തിലെ മുറി പോലും അടക്കി വന്നിട്ട് അവരൊന്ന് പറയുന്നത് ഇവിടുത്തെ പൈസ തീർന്നു, ഇനി നാളെ നിങ്ങൾ ഇറങ്ങിപ്പോണം എന്ന് ആളുകൾ പറയുന്നുണ്ട്. അവൾ പറയടാ, ഒരു കപ്പലിൻ്റെ മിഠായി പോലും നീ എനിക്ക് മേടിച്ചു തരാൻ പറ്റുന്നില്ല എനിക്കിവിടെ. സാധാരണ നമ്മുടെ സിനിമ സെറ്റിൽ ഒരു കപ്പലിൻ്റെ മിഠായി. ഈ ഒപ്പം നിന്നാൽ തീർക്കാന്ന് പറയുമ്പോഴും സിനിമയുടെ ഒരു വലിയ ചെലവുകളില്ല. അത് എന്തായിരുന്നു അതിന്റെ ധൈര്യം? അപ്പം ധൈര്യം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നാടകം കളിച്ചൊരു ബന്ധമുള്ള മനുഷ്യരായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ സമയത്ത് ദൈനംദിനമായിട്ടുള്ള ചെലവിനുണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു വിശ്വാസം, സൗഹൃദങ്ങളിൽ നിന്ന്. പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ ഷനി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ ഒരു 77,000 ഉറുപ്പിക എടുത്തു തന്നു. അപ്പൊ നമ്മൾക്കൊരു 10 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഇതിൽ ഏറ്റവും വലിയ പറയാൻ നാട്ടിലെ ഓരോ ആളുകളും ഇതിന്റെ പ്രൊഡ്യൂസർ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. ആ രീതിയിലാണ് വന്നത്. പിന്നെ ഇതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇതിലെ SM ദാസ് എന്ന് പറയുന്ന ആൾ വരികയും
നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്മൂത്തായി പോവുകയും ചെയ്തു. അത് പിന്നെ വേറെ ആൾ വന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ തവണത്തെ ഷൂട്ടുകളിൽ നമുക്കത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണൂരൊക്കെ വന്നിട്ട് അതിൻ്റെ ബാക്കി ഷൂട്ടിങ് വരുന്ന സമയത്തായിരുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സൗഹൃദം കൊണ്ട് പൂർത്തിയായതാണ്. പക്ഷേ ഈ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആൾ നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടക്കില്ല.